ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 530 റമദാൻ 3 ക്രിസ്താബ്ദം 1136 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഭൂജാതനായത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18-ാം പേരമകനായ മഹാൻ പുണ്യമദീനയിലാണ് പിറന്നു വീണത്. പൂർണ്ണ പ്രതാപത്തോടെ മദീനയിൽ രാജപദവിയിലിരിക്കുന്ന കാലത്ത് ഹിജ്റ 564 മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്തായപ്പോൾ അറേബ്യയിലെ രാജാക്കന്മാരുടെ പ്രതിനിധിയായി മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. അക്കാലത്ത് മുത്ത് റസൂലിന്റെ സ്വപ്നനിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം ഇന്ത്യൻ പ്രവിശ്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് മഹാൻ നിയോഗിക്കപ്പെടുകയും ആദ്യം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും തന്റെ ദൌത്യനിർവഹണത്തിനായി മഹാൻ യാത്ര ചെയ്തു. രണ്ടാമതായി തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏർവാടി പ്രദേശത്ത് മഹാനായ ഇബ്രാഹിം ബാദുഷാ വരികയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ശത്രുവ്യൂഹത്തോട് പോരാടി വിജയിക്കുകയും 12 വർഷം രാജഭരണം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി മഹാനായ സുൽത്താനുൽ ആലം ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ വർഷം 595 ദുൽഖഅദ 23-ാം തീയതി, ക്രിസ്താബ്ദം 1199 സെപ്റ്റംബർ 16-ാം തീയതി വ്യാഴാഴ്ച മഹാൻ ഏർവാടിയിൽ ഷഹീദായി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടുപോയവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അള്ളാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നു, അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നും മഹാനവറുകൾ അധ്യാത്മഭരണം നടത്തുന്നത് ഏർവാടിയിലെത്തുന്നവർക്ക് നേരിട്ട് കാണുന്ന വിധം പുലർന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദുന സയ്യിദ് അബൂ താഹിർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പുത്രൻ, അർശിലെ സിംഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പൗത്രൻ യുദ്ധക്കളത്തിൽ തന്റെ പൂർവികനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. രണാങ്കളത്തിലേക്ക് പറന്നു വീഴുന്ന ഈ സിംഹക്കുട്ടിയുടെ ഉജ്ജ്വല പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാണ്ഡ്യസൈന്യം കഴുതക്കൂട്ടങ്ങളെപ്പോലെ പിന്തിരിഞ്ഞോടി. ശത്രുവിന്റെ ഒരു പത്മവ്യൂഹത്തിനും തടുത്തു നിർത്താനാവാത്ത ആ വീരശൂര പരാക്രമിയെ സന്ധി സംഭാഷണത്തിനെന്ന വ്യാജേന ശത്രുതാവളത്തിലേക്ക് വിളിച്ചു വരുത്തി കൊടും വഞ്ചകരായ പാണ്ഡ്യസൈന്യം അദ്ദേഹത്തെ അമ്പെയ്തു വധിക്കുകയായിരുന്നു. 36 കൂരമ്പുകൾ തന്റെ ഇടനെഞ്ചിലേറ്റുവാങ്ങി ആ ധീരസിംഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇസ്മായിലിനു പകരം ഒരാടിനെ അള്ളാഹു ബലിയായി സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തന്റെ പൊന്നോമന പുത്രനെ
ആ പുത്രന്റെ ശരീരവും ഉയിരും റബ്ബിന് സമർപ്പിക്കുകയായിരുന്നു. ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ദർഗയിൽ മഹാനായ ബാദുഷാ തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് ഫാത്തിമ, മാതൃ സഹോദരപുത്രൻ സയ്യിദ് സൈനുൽ ആബിദീൻ എന്നീ രണ്ടുപേരുടെ ദർഗകൾ സ്ഥിതി ചെയ്യുന്നു. സയ്യിദത്തുന സയ്യിദ അലി ഫാത്തിമ ഉമ്മ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണി, മദീനയിലെ പ്രഭുവായ സയ്യിദ് അബുൽ ഖാസിം തങ്ങളുടെ മകളായ ഇവരെ ബാദുഷാ തങ്ങൾ തന്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയായിരുന്നു. ഹിജ്റ 555 ഈ മാതൃകാ ദമ്പതികളുടെ വിവാഹം മംഗളമായി നടന്നു. അവർക്ക് അബൂ ത്വാഹിർ, സൈനുൽ ആബിദീൻ എന്നീ 2 ആൺമക്കളെ അല്ലാഹു നൽകി. യുദ്ധക്കളത്തിൽ നമസ്കാര സമയമായാൽ യോദ്ധാക്കൾ നമസ്കരിക്കുമ്പോൾ അവർക്ക് കാവൽ നിൽക്കുന്ന പട്ടാളത്തിന്റെ സൈന്യാധിപതിയായിരുന്നു ഈ മഹദി. സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഇവരുടെ മഖ്ബറയിൽ തൊട്ടിൽ കെട്ടിയാൽ സന്താനഭാഗ്യം നേടി സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ മഖ്ബറയിൽ സയ്യിദ മറിയം ബീവി റളിയല്ലാഹു അൻഹ, സയ്യിദ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ, ഇസ്കന്ദർ ദുൽഖർനൈനി ബാദുഷാ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മസാറുകൾ നമുക്ക് കാണാം. സയ്യിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഡോക്ടർ ജീലാനി ഉമ്മ, മഹമൂദ ഉമ്മ, സുഹ്റ ഉമ്മ എന്നീ 4 പേർ ഈ മസാർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. സയ്യിദ റാബിയ ഉമ്മ, മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹോദരി. ഇവരുടെ മകൾ സൈനബ എന്നവരെയാണ് ഇബ്രാഹിം ബാദുഷായുടെ ദത്തുപുത്രൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നവർ ഭാര്യയായി സ്വീകരിച്ചത്. ഈ ഇസ്ഹാഖ് എന്നവർ ബാദുഷായുടെ സഹോദരനായ ഇസ്മായിൽ എന്നവരുടെ മകൻ കൂടിയാണ്. ഈ മഹാന്റെ 10ാം തലമുറയിൽപ്പെട്ടവരാണ് മഹാനായ മുജാവിർ നല്ല ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങൾ. യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് സലാമുൻ അലൈക്കും യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഹക്കീം സയ്യിദ് ജഅഫർ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ബാദുഷാ തങ്ങളുടെ യുദ്ധക്കളത്തിലെ ചികിത്സകനായി അത്ഭുതകരമായി സേവനം ചെയ്ത ഈ മഹാൻ അസ്ഥിക്ഷതങ്ങളുടെ ചികിത്സയിൽ പ്രസിദ്ധനാണ്. ഹക്കീം മുഹമ്മദ് യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ വൈദ്യസംഘത്തിലെ ഒരു പ്രഗൽഭനാണ് ശാന്തശീലനായ ഈ മഹാൻ. യാ ഹബീബല്ലാഹ് സലാമുൻ അലൈക്കും യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. സയ്യിദ് ഷംസുദ്ദീൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഖമറുദ്ദീൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് നൂറുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇവർ മക്കയിലെ രാജകുമാരന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. യുദ്ധക്കളത്തിൽ വീരശൂര പരാക്രമിയായി അറിയപ്പെടുന്ന സയ്യിദ് ഷംസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് സാഹിബുസ്സൈഫ് എന്നൊരു സ്ഥാനപ്പേർ കൂടിയുണ്ട്. നേരിട്ടെതിർത്ത് തോൽപ്പിക്കാനാവാത്ത ഈ മഹാനെ അസ്ർ നമസ്കാര വേളയിൽ ശത്രുക്കൾ വധിക്കുകയായിരുന്നു. അങ്ങനെ ആ പുണ്യപുരുഷൻ സുജൂദിലായിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് യാത്രയായി.
ഏർവാടിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെ വൈപ്പാർ എന്ന പുഴയോരത്താണ് ഇദ്ദേഹം ഷഹീദായി വീണത്. വലിയുല്ലാഹി നല്ല ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ദീനുൽ ഇസ്ലാമിന്റെ തങ്കക്കിരണങ്ങൾ വിതറിക്കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഹിദായത്തിന്റെ സ്വർണത്തൊട്ടിലിൽ താരാട്ടിയ ഈ മഹാൻ ഏർവാടിയിൽ സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ തിരുസന്നിധിയിൽ നിദ്രകൊള്ളുന്നു. അക്കാലത്ത് ഏർവാടിയിലെ രാജാവായിരുന്ന സേതുപതി രാജാവിന് കറാമത്തിലൂടെ സന്താനഭാഗ്യം നൽകിയതിന് പകരമായി ഏർവാടി പരിസരത്ത് 6000 ഏക്കർ ഭൂമി രാജാവ് നല്ല ഇബ്രാഹിം ബാദുഷാക്ക് ഇഷ്ടദാനമായി പതിച്ചുകൊടുത്തു. ബാദുഷാ തങ്ങളുടെ 11ാം പേരമകനായ മഹാനായ നല്ല ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ പിൻഗാമികളാണ് ഇപ്പോൾ ഏർവാടി ദർഗയുടെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സലാമുൻ അലൈക്കും യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് യാ ഹു യാ അല്ലാഹ് അൻത സീറും മിൻ സിറില്ലാഹി അൻത ഷാഫിഉൻ വസീറുൽ അഅ്ലം അമീർ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുർക്കിയിലെ ഉസ്മാനിയ ഖലീഫ മഹ്മൂദ് ബാദുഷായുടെ പ്രധാനമന്ത്രിയായ ഈ മഹാൻ അതിബുദ്ധിമാൻ, ക്ഷമാശീലൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു. ശാന്തനാണെങ്കിലും മാതൃശധീരനായ ഇദ്ദേഹം ദീനിനുവേണ്ടി തന്റെ വാൾ ഊരിയെടുത്താൽ ശാന്തതയാൽ ചന്ദ്രസമാനമായ തന്റെ പൂമുഖത്ത് ഗാംഭീര്യത്തിന്റെ സൂര്യ തേജസ് കത്തിച്ചൊലിക്കുമായിരുന്നു. ദീനീ പ്രബോധനത്തിനെത്തിയ നമ്മൾ ആരെയും ആക്രമിക്കുവാനല്ല, മറിച്ച് എതിരാളികളുടെ വാൾമുനയിൽ നിന്ന് സ്വന്തം ശരീരങ്ങളെ പ്രതിരോധിക്കാനാണ് വാളെടുക്കാൻ നിർബന്ധിതരായതെന്ന് തന്റെ നയം മഹാൻ വിളംബരപ്പെടുത്തുമായിരുന്നു. വലുപ്പത്തിലും ശക്തിയിലും പേരുകേട്ട 100 കണക്കിന് തുർക്കി കുതിരകളെ മഹാനവറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ സർവ്വസൈന്യാധിപനായ ഈ മഹാൻ വിജയപതാക കാണുന്നതിന് മുമ്പേ ഷഹീദായി. ഹിജ്റ വർഷം 583 ദുൽഖഅദ 3 1187 ജനുവരി 4 തീയതി തിങ്കളാഴ്ച ഈ പുണ്യപുരുഷൻ പരലോകം പുൽകി. പിൽക്കാലത്ത് അബ്ബാസ് മന്ത്രി എന്ന ചുരുക്കപ്പേരിൽ ജനങ്ങൾ ആദരപൂർവ്വം മഹാനവോർക്കും. സലാമുൻ അലൈക്കും യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് യാ ഹു യാ അല്ലാഹ് സല്ലല്ലാഹു അലൈക്കും വ ആലിഹി വസഹ്ബിഹി സല്ലല്ലാഹു അലൈക്കും വ ആലിഹി വസഹ്ബിഹി وسلم صل سلما على رسول كل حين يا نبي الله يا رسول الله يا حبيب الله سلام عليكم يا نبي الله ഡോക്ടർ സയ്യിദ് അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ വൈദ്യസംഘത്തിന്റെ തലവൻ. മദീനയിൽ രാജാവായിരിക്കെ ബാദുഷായുടെ കൊട്ടാര വൈദ്യന്മാരുടെ നേതാവും
സുൽത്താന്റെ സന്തത സഹചാരിയുമായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം. ആത്മീയ ചികിത്സയിലൂടെ ആയിരങ്ങൾക്ക് രോഗശാന്തി നൽകുന്ന ഈ മഹാനവറുകളുടെ കറാമത്തിന് മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും അമ്പരന്ന് നിൽക്കുകയാണ്. യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് യാ ഹു യാ അല്ലാഹ് അൻത നൂറുൻ മിൻ നൂറില്ലാഹ്. സയ്യിദ റുഖയ്യ ബീവി ഉമ്മ ബാദുഷായുടെ സംഘത്തിലെ സ്ത്രീകളുടെ ചികിത്സക്കായി നിയോഗിക്കപ്പെട്ട ഈ മഹതി ഹക്കീം ഡോക്ടറുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. വീരർ അബ്ദുള്ള ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഘോരയുദ്ധത്തിനു ശേഷം വിജയപതാക ഉയർത്താൻ നിയോഗിക്കപ്പെട്ട മഹാൻ പാണ്ഡ്യരാജാവിന്റെ മീൻകൊടിയഴിച്ച് തൽസ്ഥാനത്ത് ദീൻകുടി ഉയർത്തുമ്പോൾ ഒളിച്ചുനിന്ന ഒരു ശത്രു സൈനികൻ അദ്ദേഹത്തിന് നേരെ ചാട്ടുളി പ്രയോഗിച്ചു. ആയുധം തന്റെ തിരുവയറ്റിൽ തുളച്ചുകയറി കുടൽമാല പുറത്തേക്ക് വന്നപ്പോൾ തന്റെ തലപ്പാവഴിച്ച് വയർ ബന്ധിച്ചുകൊണ്ട് ഒട്ടും തളരാതെ മഹാൻ കൊടി ഉയർത്തി. ഉയരത്തിൽ പാറിക്കളിക്കുന്ന വിശുദ്ധ പതാകയെ നോക്കി മഹാനവറുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് യാത്രയായി. വിജയം. അജ്ഞതയുടെ ഇരുളിൽ മൂടപ്പെട്ട ഒരു യുഗം. അവിശ്വാസികളും അപരിഷ്കൃതരുമായ ഒരു ജനത. ക്രൂരനും മേഘാധിപതിയുമായ ഭരണാധികാരി. അവർക്കിടയിലേക്ക് മദീനത്തുനിന്നും ഒരു ദിവ്യജ്യോതി പ്രത്യക്ഷമായി. ലോകൈക പ്രവാചകന്റെ പൊന്നോമന പൗത്രൻ ഹസ്രത്ത് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അറിവിന്റെ നിറദീപവുമേന്തി ഇന്ത്യയിലെത്തി. മദീനയിലെ രാജാധികാരവും പദവിയും ഉപേക്ഷിച്ച്, നാടും വീടും ഉപേക്ഷിച്ച് മഹാനവറുകൾ ദീനിനു വേണ്ടി സർവം ത്യജിച്ചുകൊണ്ട് യാത്രയായി. ശാന്തിയും സ്നേഹവും സമാധാനവും സമ്മേളിച്ച അധ്യാത്മപ്രഭാവത്തിന്റെ ആ ഉജ്ജ്വല തേജസ്സിനെ അന്നത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സത്യത്തിന് മുഖം കൊടുക്കാതെ പുറംതിരിഞ്ഞ നിഷേധി സമൂഹത്തിനെ മഹാൻ ആദ്യം സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും നന്മയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ക്രൂരതയുടെ മനുഷ്യരൂപങ്ങൾ ആ ദീപഗോപുരത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് തകർക്കാൻ തുനിഞ്ഞപ്പോൾ ആ പുണ്യപുരുഷന്റെ രാജഭാവം ഉണർന്നു. ജലാലിയത്തിന്റെ തീജ്വാലയിൽ മുഖകമലം സൂര്യ തേജസ്സായി. ആത്മീയതയുടെ സൗമ്യഭാവം കൈവരിച്ച ചുടുനിശ്വാസങ്ങൾ കൊടുങ്കാറ്റായി രൂപം പ്രാപിച്ചു. പിന്നെ ഒരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിൽ അസത്യത്തിന്റെ നെടുങ്കോട്ടകൾ തകർന്നു തരിപ്പണമായി. വെളിച്ചം വന്നുദിച്ചപ്പോൾ ഇരുട്ട് ഓടി ഒളിച്ചു. ആഞ്ഞടിച്ച ആദർശത്തിന്റെ ചുഴലിക്കാറ്റിൽ കാപട്യത്തിന്റെ കടലാസു കഷ്ണങ്ങൾ ചിതറിത്തെറിച്ചു. അങ്ങനെ നെറികേടിന്റെ, ഏകാധിപത്യത്തിന്റെ ക്ഷുദ്രപതാകയെ താഴെ ഇറക്കി തൽസ്ഥാനത്ത് ശാശ്വത വിജയത്തിന്റെ വിജയപതാക മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഉയർത്തി. ഹിജ്റ 583 ദുൽഖഅദ 10 1187 ജനുവരി 11 തിങ്കളാഴ്ച ഇന്ത്യ മഹാരാജ്യത്ത് ഐതിഹാസികമായ ഇസ്ലാമിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. മഹാനായ ബാദുഷാ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. രാജാവായി 12 വർഷവും 12 ദിവസവും ശരീഅത്ത് ഭരണം നടത്തിയ ബാദുഷായുടെ ഭരണകാലത്തെ വിവരങ്ങളെക്കുറിച്ച് തമിഴ്നാട്ടിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലെ ശിലാലിഖിതങ്ങളിൽ ഇന്നും മായാതെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 12-ാം നൂറ്റാണ്ടിലെ തമിഴിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ
ഇബ്രാഹിം ബാദുഷായുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. ചന്ദനപ്പീർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ യഥാർത്ഥ നാമം ദുൽഫിഖാർ അലിഖാൻ എന്നായിരുന്നു. മുൻ സോവിയറ്റ് യൂണിയനിലെ അസർബൈജാനിലാണ് മഹാനായ ചന്ദനപ്പീർ ഷഹീദ് വലിയുല്ലാഹിയുടെ സ്വദേശം. ബാദുഷായുടെ സിന്ധ് പ്രവിശ്യയിലെ ഗവർണറായിരുന്നു ഈ മഹാൻ. തെന്നിന്ത്യൻ വിജയത്തിനു ശേഷം ബാദുഷാ ഈ മഹാനെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി തന്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയോഗിച്ചു. ശൈത്യരാജ്യക്കാരനായ മഹാൻ തെക്കേ ഇന്ത്യയുടെ അത്യുഷ്ണം കാരണം സൂര്യാഘാതം നേരിട്ട് മഹാനവകളുടെ ശരീരത്തിൽ പോറലുകളുണ്ടായപ്പോൾ ശരീരം മുഴുവൻ ചന്ദനം പൂശുക പതിവായിരുന്നു.